വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയമാണ് പഠിക്കണം. അപ്പൊ PSC നമ്മുടെ LGSന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആദ്യം തന്നെ നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലാസ്സുകൾ. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അതിൽ ഇന്നൊരു 50 ചോദ്യം ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ PSCയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള 50 ചോദ്യം ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു. ആരാണ്? വി നരഹരി റാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ്? വി നരഹരി റാവു ആണ്. ഇനി അടുത്തത്, ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പൊതുധനത്തിന്റെ കാവൽ നായ എന്നാണ്. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പൊതുധനത്തിന്റെ അല്ലെങ്കിൽ പൊതുഖജനാവിന്റെ കാവൽ നായ എന്ന് വിളിക്കുന്നു. പൊതുധനത്തിന്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെയാണ് എന്ന് മനസ്സിലാക്കുക ട്ടോ. ഇനി ഈ CAG എന്ന് പറയുന്ന CAG കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. CAG എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബ്രിട്ടനിൽ നിന്നാണ്. CAG എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോ എന്താണ് നമ്മുടെ CAG? ആദ്യത്തെ CAG വി നരഹരി റാവു ആണ്. പൊതുധനത്തിന്റെ കാവൽ നായ എന്നാണ് CAGയെ വിശേഷിപ്പിക്കുന്നത്. CAG എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഇദ്ദേഹം എന്തിനാണ് എന്തിനാ അപ്പോയിന്റ് ചെയ്യണ ഇദ്ദേഹത്തെ? സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ വേണ്ടി നിയമിതനാകുന്ന ഉദ്യോഗസ്ഥനാണ് ആര് എന്ന് പറഞ്ഞ? CAG എന്ന് പറഞ്ഞാൽ നോക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അറിയാലോ നിങ്ങൾക്ക്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അതറിയാം അല്ലെ എല്ലാവർക്കും. ഏതാണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? സുപ്രീം കോടതിയെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി എന്നും നമ്മൾ ഏതിനെ വിളിക്കുന്നു? സുപ്രീം കോടതിയെ വിളിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയും ഏത് തന്നെയാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ജഡ്ജി എപ്പോഴാ വിരമിക്കുക? 65 വയസ്സിൽ. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധി വരുന്ന ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഇനി അടുത്തത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഭരണഘടന പറഞ്ഞപ്പോ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? സുപ്രീം കോടതി തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും എന്തിനെ വിളിക്കുന്നു? സുപ്രീം കോടതിയെ വിളിക്കുന്നു. ഇനി നമ്മുടെ സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? അതായത് സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതി, ഇതിലൊക്കെ ആരുണ്ടാവും? ജഡ്ജിമാരുണ്ടാവൂലേ, ജഡ്ജസ് ഉണ്ടാവും. ആ ജഡ്ജസിന്റെ എന്താണ് നിയമനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂളിലാണ് വിവരിക്കുന്നത്? ഭരണഘടനയിൽ ഇത് വിവരിക്കുന്ന ഷെഡ്യൂൾ 2 ആണ്. ഏത് ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ 2 ആണ്.
ഇനി സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്ക് തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പുനഃപരിശോധിക്കാനുള്ള അവകാശം ആർക്ക് തന്നെയാണ്? സുപ്രീം കോടതിക്ക് തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ആണ്. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഇനി അടുത്തത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും എന്തു കൊടുത്തിട്ടുണ്ട്? മൗലിക അവകാശങ്ങൾ. ഓരോ പൗരനിലും ഒരു മൗലിക അവകാശങ്ങൾ അല്ലെ, പൗരന്റെ സംരക്ഷണ അങ്ങനെയുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ചുമതല ആർക്കാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും കൊടുക്കേണ്ടതിന്റെ സംരക്ഷണ ചുമതല ആർക്കാണ്? സുപ്രീം കോടതിക്കാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അഴിമതി തടയുന്നതിന് വേണ്ടി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അഴിമതി തടയുന്നതിന് വേണ്ടി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഴിമതി തടയാൻ വേണ്ടി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് രൂപീകൃതമായി? 1964 എന്നാണ്. 1964. ഇന്ത്യയില് നമ്മളെ സ്ത്രീകള് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇന്ത്യയിൽ ലഭിച്ചത് എന്നു മുതലാണ്? 1947 മുതലാണ്. 1947 മുതൽ. അടുത്തത് പ്രിവി പേഴ്സ് ഏത് പ്രധാനമന്ത്രിയാണ് നിർത്തലാക്കിയത്? കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇപ്പൊ നമ്മൾ മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരില്ലേ, അവർക്ക് പെൻഷൻ കൊടുക്കണ പോലൊരു സംഭവം കൊടുത്തിരുന്നു, പ്രിവി പേഴ്സ്. അത് നിർത്തലാക്കിയത് ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ആരാ നിർത്തലാക്കിയ? ഇന്ദിരാഗാന്ധി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നാളും പറയാണ്, പാർട്ട് 3 പ്രതിപാദിക്കുന്നത് എന്താണ്? എന്തിനെ കുറിച്ച് പ്രതിപാദിക്കണേ? ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? പാർട്ട് 4A എവിടെയാണ്? പാർട്ട് 4A പാർട്ട് 4A. നിലവിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകൾ 22. ഇനി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, കേരള നിയമസഭയിൽ പട്ടികവർഗ സംരക്ഷണ മണ്ഡലങ്ങൾ, ST സംരക്ഷണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. കേരള നിയമസഭയിലെ ST സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. ഇനി നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാനായി, അതായത് എന്താണ് പറയുന്നത്? നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നൂലേ? ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. ഇനി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് കോടതിയാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇനി അടുത്തത് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. കേന്ദ്ര
ഭരണ പ്രദേശങ്ങൾ. ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരിക്ക് നമ്മൾ എന്ത് വിളിക്കും? ലഫ്റ്റനന്റ് ഗവർണർ എന്ന് വിളിക്കും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരിയെ വിളിക്കുന്ന പേര് ലഫ്റ്റനന്റ് ഗവർണർ എന്നാണ്. എന്താ വിളിക്കുക? ലഫ്റ്റനന്റ് ഗവർണർ. നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന അല്ലെ. ഈ ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം വേണം? 52 സെക്കൻഡ്. എത്ര സമയം വേണം? 52 സെക്കൻഡ്. എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറുടെ പേര് ജ്യോതി വെങ്കിടാചലം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറുടെ പേര് ജ്യോതി വെങ്കിടാചലം എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഓർഡിനൻസ് ആരാണ് പുറപ്പെടുവിക്കുക? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ഗവർണർക്കാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. കേരളത്തിലെ ഗവർണറായിട്ടുള്ള മലയാളിയാണ് വി വിശ്വനാഥൻ. കേരളത്തിന്റെ ഗവർണറായ മലയാളിയാണ് വി വിശ്വനാഥൻ. ആരാണ്? വി വിശ്വനാഥൻ. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം 8 ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതിയിലൂടെ. എത്രാമത്തെ ഭേദഗതി? 42. ഭരണഘടനാ ഭേദഗതികൾ അതായത് അമെൻമെന്റ്സ്, ഭരണഘടനാ ഭേദഗതി അഥവാ അമെൻമെന്റ്സിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 368. ഭരണഘടനയുടെ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 368. ഇനി ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പട്ടിക ഏതാണ്? പട്ടിക 9. അപ്പൊ ഭരണഘടനയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പട്ടിക 9, ഭരണഘടനയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 368, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. എത്രയാണ്? 8. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വരാൻ കാരണമായ അമെൻമെന്റ് ഏതാണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വരാൻ കാരണമായ ഭേദഗതി 73ാം ഭേദഗതിയാണ്. 73ാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം, ആ റൈറ്റ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പാർലമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് 2003 ഒരു 89ാമത്തെ ഭരണഘടന ഭേദഗതി വരികയുണ്ടായി. അതിന്റെ പ്രത്യേകത എന്താണ്? പട്ടികവർഗക്കാർക്ക് ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. പട്ടികവർഗക്കാർക്ക് ST കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, പട്ടികവർഗക്കാർക്ക് ദേശീയ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായത് 2003 89ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി ഗ്രാമസഭകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്? 73 പഞ്ചായത്തി രാജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 73ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഗ്രാമസഭ നിലവിൽ വന്നതും 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2003 89ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെ. ഭേദഗതി ചെയ്യാനുള്ള അവകാശം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന്. പഞ്ചായത്തി രാജ് എത്രാമത്തെ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു? 73ാം ഭേദഗതി.
ഇനി 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമ്പൂർണവും സൗജന്യവുമായിട്ടുള്ള നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന ഭേദഗതി ഏതാണ്? 86-ാം ഭേദഗതി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും സമ്പൂർണവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86. അല്ലെങ്കിൽ ചോദിക്കാം, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് എന്ന് പറയുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? അങ്ങനെ പറഞ്ഞാലും 86. അപ്പൊ എന്താ പറയാ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കേണ്ടത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കടമയാണ്, ചുമതലയാണ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലാണ്? 86-ാം ഭേദഗതിയിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉണ്ട് അല്ലെ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ, ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് വിളിക്കുന്നത് ആരെയാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും ആരാണ്? CAG ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും ആരാണ്? CAG ആണ്. പൊതുധനത്തിന്റെ കാവൽ നായ എന്ന് വിളിക്കുന്നതും ആരെയാണ്? CAG ആണ്. പൊതുധനത്തിന്റെ കാവൽ നായയും ആരാണ്? CAG ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താ പറയാ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും എന്തു പുറപ്പെടുവിക്കുന്നു? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് റിട്ട് അല്ലെ. എത്ര തരം റിട്ട് ഉണ്ട്? 5 തരം റിട്ട്. അപ്പൊ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ പൗരനുമുള്ള സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നത്? ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നു. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം എന്തിലാ പെടുന്നേ? ഫണ്ടമെന്റൽ റൈറ്റിലാ പെടുന്നേ. ഇനി അടുത്തത് ഒരു പൗരന്റെ ചുമതലകൾ അഥവാ ഡ്യൂട്ടീസ്. നമ്മുടെ പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പെടുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ആർട്ടിക്കിൾ 51A നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതിലാ പെടുക? ഏത് ആർട്ടിക്കിളിലാ പെടുക? ആർട്ടിക്കിൾ 51A പെടുക. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ആരുടെ നിർദ്ദേശപ്രകാരം? സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരുടെയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അല്ലെ. ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32-നെയാണ്. അങ്ങനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആർട്ടിക്കിൾ 32-നെ വിശേഷിപ്പിച്ചത് ആരാണ്? വിശേഷിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ആണ്. ആര് വിശേഷിപ്പിച്ചു? ഡോക്ടർ BR അംബേദ്കർ. ഇനി അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം ഏതാണ്? മൗലിക അവകാശം, ഭരണഘടനയുടെ ആത്മാവ് നേരത്തെ നമ്മളപ്പോ പറഞ്ഞു എന്താണ്? ആർട്ടിക്കിൾ 32 ആണെന്ന്. ഇത് ഏത് അവകാശമാണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടന അങ്ങനെ തന്നെ ചോദിക്കും. ആർട്ടിക്കിൾ 32 എന്താ? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം ആർട്ടിക്കിൾ 32 എന്ന് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ എഴുതണം: ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ക്ലിയർ ആയില്ലേ?
മനസ്സിലായില്ലേ? ഇനി അടുത്തത് മൗലിക അവകാശങ്ങൾ നമ്മൾ സംരക്ഷിച്ചു കിട്ടാൻ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു അല്ലെ. അപ്പോ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്, സുപ്രീം കോടതിയുടെ റിട്ട് ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ഇനി സ്വത്തവകാശം മുമ്പ് മൗലിക അവകാശമായിരുന്നു. ആ സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ഏത് മൗലിക അവകാശങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അവസര സമത്വം എന്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതിലാണ്? സമത്വത്തിനുള്ള അവകാശത്തിൽ. എന്തിനാണ്? സമത്വത്തിനുള്ള അവകാശത്തിലാണ്. സമത്വത്തിനുള്ള അവകാശം, അതിലാണ് അവസര സമത്വം എന്ന് പറയുന്ന സംഭവം. അതായത് പൊതു നിയമനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എന്താണ്? അവസരം കൊടുക്കണം എന്നുള്ളത്. ഇനി അടുത്തത് എന്താണ്? പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത്? പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ നിങ്ങള്. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാ നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. 2010 ഏപ്രിൽ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമിടുന്നത്. അത് നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1. അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യൻ എന്ന് പഠിച്ചേ. അങ്ങനെ 50 ക്വസ്റ്റ്യൻ ഇപ്പൊ ഇനി ഇടയ്ക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ 19 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ കുറച്ചും കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു എന്താ പറയാ, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാ. നമ്മുടെ മുന്നിൽ സമയം കുറവാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം കേട്ടോ.